നമ്മുടെ നായകൻ അശോകും വൈഫ് ലീനയും കൂടി ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴി അവരുടെ വഴി ബ്ലോക്ക് ചെയ്ത് ഒരു വണ്ടി കിടക്കുവാണ്. അശോക് വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലീനയെ കാണില്ല. അപ്പോൾ പെട്ടെന്ന് വേറൊരാൾ വന്ന് അശോകിന്റെ തലക്കടിക്കുകയാണ്. അയാൾ അവനോട് മിണ്ടിയാൽ കൊന്നുകളയും എന്ന് പറയുന്നുണ്ട്. അവൻ അയാളെ തള്ളിമാറ്റി ലീനയെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അവൻ അതിന് കഴിയില്ല. അവന്റെ മുന്നിൽ വെച്ച് അവര് ലീനയെ കൊല്ലും. എന്നിട്ട് അവനെ കൊല്ലാൻ നോക്കുമ്പോൾ അവിടേക്ക് ലീനയുടെ ഒരു കസിനായ ഫ്രാൻസിസ് വരും. അയാൾ ഒരു പോലീസ് ഓഫീസറാണ്. അയാൾ വരുന്നത് കണ്ട അവന്മാർ അവിടുന്ന് ഓടിപ്പോവും. ഒരു സീരിയൽ കില്ലേഴ്സ് ആണ് ലീനയെ കൊന്നതെന്ന കൺക്ലൂഷനിലെത്തും പോലീസ്. സീരിയൽ കില്ലേഴ്സ് കൊന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു എക്സ് മാർക്ക് ഉണ്ടാവും. അത് ലീനയുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 വർഷങ്ങൾക്ക് ശേഷവും അശോക് ലീനയെ കൊന്നവരെ തേടി നടക്കുകയാണ്. അതിൽ ഒരാളുടെ വോയിസ് അവന് നല്ല ഓർമ്മയുണ്ട്. ആ വോയിസ് വെച്ചാണ് അവൻ അന്വേഷിക്കുന്നത്. അശോകിന്റെ ഒരു ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അവന്റെ കൂടെയാണ് താമസിക്കുന്നത്. ആ സമയത്ത് അവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആ വീട്ടിലേക്ക് വരും. അവളൊരു റൈറ്ററാണ്. അവൾ അശോകിനോട് അവരുടെ സ്റ്റോറി പറയാമോ എന്ന് ചോദിക്കും. ആദ്യം അവൻ സമ്മതിക്കില്ലെങ്കിലും പിന്നീട് അവൻ പറയും. ലീനയും അവനും കുഞ്ഞുനാൾ മുതലുള്ള അടുപ്പമാണ്. അവളുടെ അച്ഛൻ അവളെ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മയാണെങ്കിൽ നേരത്തെ മരിച്ചും പോയി. ആകെയുള്ളത് ഒരു അപ്പൂപ്പൻ മാത്രമാണ്. അപ്പൂപ്പന്റെ മരണത്തോടെ അശോക് അവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രാൻസിസിനെ പരിചയപ്പെടുന്നത്. ആ ടൈമിൽ ആ ഉപേക്ഷിച്ചു പോയ അവളുടെ അച്ഛൻ തിരിച്ചു വരും. ആദ്യം അവൾ ദേഷ്യപ്പെടുമെങ്കിലും അയാൾക്ക് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ അയാളെയും കൂടി അവിടെ താമസിപ്പിക്കും. ലീന അവരുടെ അച്ഛനെയും കൊണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി സിംഗപ്പൂരിലേക്ക് പോകും. കുറച്ചു നാൾക്ക് ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്നത് അവളുടെ വീട്ടിലെ വേലക്കാരി അവിടെ മരിച്ചു കിടക്കുന്നതാണ്. അശോക് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് അവൾ ഫ്രാൻസിസിനെ വിളിക്കും. വേലക്കാരുടെ കയ്യിലെ എക്സ്പാറ്റൻ കണ്ട് അത് ആ സീരിയൽ കില്ലേഴ്സ് ആണ് ചെയ്തതെന്ന് ഉറപ്പിക്കും. ആ സംഭവത്തിന് ശേഷം ട്രോമയിലായ ലീനയും കൊണ്ട് അശോക് ട്രിപ്പിന് പോയ സമയത്താണ് ആ അറ്റാക്ക് ഉണ്ടായത്. കഥയൊക്കെ കേട്ട് കഴിയുമ്പോൾ അവൾക്ക് അവനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങും. അവൾ അവനെ പ്രപ്പോസ് ചെയ്യുമെങ്കിലും അവനത് റിജക്ട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം അശോകിന് ഒരാളെ കണ്ടിട്ട് ലീനയുടെ കില്ലറാണെന്ന് ഡൗട്ട് തോന്നി അയാളെ ഫോളോ ചെയ്ത് ഒരു വീട്ടിലേക്ക് പോകും. വീട്ടിനുള്ളിൽ എത്തുമ്പോൾ അയാൾ അവനെ അറ്റാക്ക് ചെയ്യും. അവനത് മാനേജ് ചെയ്യുന്ന ടൈമിൽ അയാളുടെ ചേട്ടൻ വന്ന് അശോകിനെ അടിച്ചിടും. ആ ചേട്ടന്റെ വോയിസ് കേട്ടപ്പോഴേ അശോകിന് മനസ്സിലായി അവനാണ് ലീനയെ കൊന്നതെന്ന്. അവരെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് ചോദിക്കുമ്പോൾ അയാൾ പറയും അവര് ലീനയെ കൊന്നിട്ടില്ലെന്ന്. അവർക്ക് ആ കൊട്ടേഷൻ കൊടുത്തത് കാശി എന്നൊരാളാണ്. അയാളാണ് ലീനയെ കൊന്നതെന്നും അവൻ പറയും. പക്ഷേ ലീന മരിച്ചതിന്റെ പിറ്റേന്ന് കാശിയും കൊല്ലപ്പെട്ടിരുന്നു. അവരെ രണ്ടുപേരെയും കൊന്നിട്ട് അശോക് കാശി താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകും. അവിടെ വെച്ച് അവൻ അവന്റെ ഒരു പരിചയക്കാരനെ കാണും. അയാൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ലീന കൊല്ലപ്പെട്ടതിന്റെ അന്ന് കാശിയെ കാണാൻ ഫ്രാൻസിസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. അശോക് അങ്ങനെ നേരെ ഫ്രാൻസിസിന്റെ അടുത്തേക്ക് പോകും. അവനോട് ചോദിക്കുമ്പോൾ അവൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അന്ന് ലീനയുടെ വേലക്കാരിയെ കൊന്നത് അവിടുത്തെ മന്ത്രിയുടെ 2 മക്കളും കൂട്ടുകാരും ചേർന്നാണ്. മന്ത്രിയുടെ മക്കളിൽ ഇളയാൾ അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു. അത് റിജക്ട് ചെയ്തതിന്റെ ദേഷ്യത്തിനാണ് അവരവളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത്. കൊന്നതിന് ശേഷം അവരെല്ലാം തിരിച്ചു പോകുമെങ്കിലും ആ ഇളയ മകൻ തിരിച്ചു വന്ന് അവളെ വീണ്ടും റേപ്പ് ചെയ്യും. ഈ ടൈമിലായിരുന്നു ലീന വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും ഇതെല്ലാം കാണുന്നതും. അവളവനെ തള്ളിയിട്ടിട്ട് കമ്പി കൊണ്ട് അടിച്ചു കൊല്ലും. എന്നിട്ടാണ് ഫ്രാൻസിസിനെ വിളിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ അവൻ അവന്റെ ഫോണിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ലീനയാണ് അവനെ കൊന്നതെന്ന് അവന്റെ ആൾക്കാർക്കെല്ലാം മനസ്സിലാകും. അവര് അവളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടും. ഇതറിഞ്ഞ ഫ്രാൻസിസ് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് അങ്ങോട്ട് വന്നതെന്നും അശോകിനോട് പറയും. അതുപോലെ ഇത് ചെയ്ത കാശിയെ അവൻ തന്നെയാണ് കൊന്നതെന്നും ഫ്രാൻസിസ് പറയും. അശോക് ഇതൊക്കെ കേട്ടിട്ട് ആദ്യം വിശ്വസിക്കില്ലെങ്കിലും ഫ്രാൻസിസ് കുറച്ച് കോൾ റെക്കോർഡ്സ് ഒക്കെ കാണിക്കുമ്പോൾ അവന് വിശ്വാസം വരും. അശോക് ഫ്രാൻസിസിനോട് ഇവരെ എല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് മന്ത്രിയെയും മന്ത്രിയുടെ മൂത്ത മകനെയും കൊല്ലും. എന്നിട്ട് അതൊക്കെ സീരിയൽ കില്ലേഴ്സ് ആണ് കൊന്നതെന്ന് വരുത്തി തീർക്കും. കൊല്ലുന്ന ടൈമിൽ ആ മൂത്ത മകൻ അശോകിനോട് ചോദിക്കും അവന്റെ അനിയനെ അശോകും കൂടി ചേർന്നാണോ കൊന്നതെന്ന്. കാരണം അനിയൻ മരിക്കുന്ന ടൈമിൽ അവനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോളിൽ അശോകിന്റെ വോയിസും അവൻ കേട്ടിരുന്നു എന്ന് പറയും. ഇത് കേട്ട് ഡൗട്ട് വന്ന അശോക് ഫ്രാൻസിസ് ഇല്ലാത്ത സമയത്ത് അവന്റെ വീട്ടിൽ പോയി ആ റെക്കോർഡിങ്സ് എല്ലാം പരിശോധിക്കും. അപ്പോൾ അശോകിന് മനസ്സിലാവും അന്ന് ലീനയുടെ കൈകൊണ്ടല്ല അവൻ മരിച്ചത്, അവനെ ഫ്രാൻസിസ് ആണ് കൊന്നത്. മാത്രമല്ല ആ ഫോൺ വീഡിയോ എടുത്ത് ആ ബോഡിയിൽ വെക്കുന്നതും ഫ്രാൻസിസ് തന്നെയാണ്. അപ്പോഴേക്കും ഫ്രാൻസിസ് അവിടേക്ക് വരും. അവർ തമ്മിൽ അടിയാകും. അശോക് ഫ്രാൻസിസിനെ ഇടിച്ച് താഴെ ഇടും. ആ ടൈമിൽ ഫ്രാൻസിസിന്റെ ഫോണിൽ ഒരു കോൾ വരും. അശോക് നോക്കുമ്പോൾ അത് ലീനയാണ്. അശോകിന് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടുപിടിക്കും. അവൻ ഫ്രാൻസിസിനോട് സത്യം മുഴുവൻ പറയാൻ പറയും. അപ്പോൾ അവൻ സത്യമെല്ലാം പറയും. ലീനയുടെ അപ്പൂപ്പന്റെ സ്വത്തിൽ അവനും കൂടി അവകാശമുണ്ട്. പക്ഷേ അയാൾ അവളുടെ പേരിലാണ് മൊത്തം സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അവൾ മരിച്ചാൽ ആ സ്വത്ത് മുഴുവൻ അവന് കിട്ടുമെന്ന് വിചാരിച്ചാണ് അവൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ അവൾ മരിച്ചാൽ സ്വത്ത് മുഴുവൻ ചാരിറ്റിക്ക് പോകുമെന്ന് മനസ്സിലായപ്പോഴാണ് അവൻ അന്ന് രക്ഷിക്കാൻ വന്നത്. ലീനയെ രക്ഷിച്ചിട്ട് അവളോട് അശോക് മരിച്ചുപോയി എന്ന് പറയും. ലീനയുടെ അച്ഛനോട് അവൾ ഇനി നാട്ടിൽ നിന്നാൽ അവളുടെ ജീവൻ ആപത്താണെന്നും ആ മർഡർ കേസിൽ അവളുടെ പേര് വരാതെ നോക്കിക്കോളാമെന്നും പറഞ്ഞ് ആ വീടും സ്വത്തും എല്ലാം ഫ്രാൻസിസ് അവന്റെ പേരിലേക്ക് മാറ്റും. അതുപോലെ അശോകും ലീനയും ഇനി ഒരിക്കലും തമ്മിൽ കാണാൻ പാടില്ല എന്നൊരു നിബന്ധനയും വെക്കും. ഇതൊക്കെ കേട്ട അശോക് അവളെ ഉടനെ കാണണമെന്ന് പറയും. എന്നാൽ അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയുമായെന്ന് ഫ്രാൻസിസ് പറയും. അതുപോലെ ഇനി അവളെ കാണാൻ ശ്രമിക്കരുത് എന്നും പറയും. അത് കേട്ട് അശോക് അവിടെ നിന്ന് പോകും. എന്നിട്ട് ലീന അറിയാതെ അവളെ പോയി കാണും. അതിനുശേഷം അശോക് വന്ന് ഫ്രാൻസിസിനെ കൊല്ലും. എന്നിട്ട് അത് ആ സീരിയൽ കില്ലർ കൊന്നതുപോലെ ക്രിയേറ്റ് ചെയ്യും. ഈ സിനിമയുടെ പേരാണ് വേഴം.